ഹലോ ഗൈസ്, എല്ലാവർക്കും ഇന്ത്യ ട്രാവൽ വ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നാം ഇന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നത് ചിക്കൻ മഞ്ചൂരിയൻ ദം ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാം എന്നാണ്. അതിനായിട്ട് നമുക്ക് 2 കിലോ ചിക്കനാണ് ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് 1 കിലോയാണ് നമ്മൾ ദം ബിരിയാണിക്കായിട്ട് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ 2 കിലോ നമുക്ക് ഒരുമിച്ച് കറി വെക്കാം. അതിനുശേഷം അതിൽ നിന്ന് 1 കിലോ ഞാൻ ഇതിൽ നിന്ന് മാറ്റിയിട്ടാണ് ദം ബിരിയാണി റെഡിയാക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ 2 കിലോ കണക്കിനുള്ളതാണ് ഇതിൻ്റെ കൂട്ടുകളെല്ലാം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് ഓർമ്മയിൽ സൂക്ഷിക്കുക. നിങ്ങൾ 1 കിലോയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇപ്പോൾ നമ്മൾ ചേർക്കുന്ന ചേരുവകളുടെ പകുതി ചേർത്താൽ മതിയാവും. ഇപ്പോൾ ഒരു 4 പേർക്ക് ഭക്ഷിക്കുന്ന രീതിയിലാണ് നമ്മളിതിപ്പോൾ തയ്യാറാക്കുന്നത്. 4 പേർക്ക് ഭക്ഷിക്കാനായിട്ട് 1 കിലോ ചിക്കനും അതേപോലെ 2 ഗ്ലാസ് ബിരിയാണി അരിയും നമ്മൾക്ക് മതിയായിരിക്കും. 4 പേരല്ല, 1 കിലോ ശരിക്കും പറഞ്ഞാൽ 10 പേർക്കാണ് കണക്ക്. ഉച്ചക്കാണെങ്കിൽ 8 പേരും രാത്രിയാണെങ്കിൽ 10 പേരുമാണ് 1 കിലോ ചിക്കൻ്റെ കണക്ക്. നമ്മളിപ്പോൾ അത് നോക്കുന്നില്ല. ഇപ്പോൾ 2 ഗ്ലാസ് അരിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1 ഗ്ലാസ് അരി 2 പേർക്ക് കഴിക്കാനുള്ളതാണ്. അപ്പോൾ 2 ഗ്ലാസ് അരി എന്ന് പറയുമ്പോൾ 4 പേർക്ക് കഴിക്കാം. ഇപ്പോൾ ഞങ്ങൾ ഉച്ചക്കും രാത്രിയും കഴിക്കാനായിട്ട് ഇപ്പോൾ ഞങ്ങൾ 2 ഗ്ലാസ് അരിയാണ് ഇപ്പോൾ ചേർക്കുന്നത്. 1 ഗ്ലാസ് ഉച്ചക്കും 2 പേർക്ക്, അതേപോലെ തന്നെ രാത്രി 2 പേർക്കും കഴിക്കാനാണ് ഇപ്പോൾ തയ്യാറാക്കുന്നത്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും 2 തവണ ഒന്ന് ക്ലിക്ക് ചെയ്ത് ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ തുടർന്നുള്ള എല്ലാ നല്ല വീഡിയോകളും നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ദയവായി നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുകയും ചെയ്യുക. മറ്റുള്ളവർക്കും കൂടെ നിങ്ങളതൊന്ന് ഷെയർ ചെയ്യുകയും അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. ആദ്യമേ തന്നെ നമ്മൾ 2 ഗ്ലാസ് അരി എടുത്തിട്ട് അത് ഒരു 2-3 തവണ ഒന്ന് കഴുകുക. 2-3 തവണ ഒന്ന് കഴുകിയതിന് ശേഷം അരമണിക്കൂർ ഇത് വെള്ളത്തിൽ ഈ അരി ഇട്ട് വെക്കണം. അരമണിക്കൂർ എന്തിനാണ് ഇട്ട് വെക്കുന്നതെന്ന് വെച്ചാൽ ആ അരി നല്ലപോലെ ഒന്ന് കുതിർന്നു കഴിയുമ്പോൾ അരിക്ക് നീളം വെക്കുവാനിടയായിത്തീരും. ഇങ്ങനെ അരമണിക്കൂർ നമ്മൾ വെള്ളത്തിൽ ഇട്ടതിന് ശേഷം ഈ അരി ചൂടാകുമ്പോഴാണ് ആവശ്യത്തിന് നീളം വരുന്നത്. നിങ്ങൾക്ക് അരിക്ക് നീളം ആവശ്യമില്ല എങ്കിൽ സാധാരണ ചോറ് തന്നെ മതി എന്നാണ് നമുക്ക് താല്പര്യമെങ്കിൽ അത് വെള്ളത്തിലിട്ട് വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ വെള്ളത്തിലിട്ട് വെച്ചാൽ അരമണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ അരിക്ക് നീളം വെക്കും. നമുക്ക് അത് അരമണിക്കൂർ വെള്ളത്തിൽ നമുക്ക് ഇട്ട് വെച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ ചിക്കൻ്റെ പരിപാടിയിലേക്ക് കിടക്കാം. അതിനായിട്ട് 3 കളറുള്ള സിംല മിർച്ചി, അതായത് കാപ്സിക്കം നമ്മളൊരു 3 കളറിൽ എടുത്തിട്ടുണ്ട്. ചിക്കൻ മഞ്ചൂരിയനാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആവശ്യത്തിനുള്ള കൂട്ടുകളാണ് നമ്മൾ എടുക്കുന്നത്. ഈ അരിയുന്നത് പോലെ നമ്മൾക്ക് ഇതെല്ലാം അരിഞ്ഞ് മാറ്റിവെക്കാം. നമ്മളിപ്പോൾ തയ്യാറാക്കുന്നത് വലിയ വലിയ 5 സ്റ്റാർ ഹോട്ടലിലെല്ലാം വെക്കുന്ന രീതിയിലുള്ള അതേ രീതിയിലാണ് നമ്മൾ വെക്കുന്നത്. ഇതിന് വലിയ ചിലവൊന്നുമില്ല.
ചിലവ് കുറവാണ്. നമ്മൾ അതിൻ്റെ രീതിയിൽ വെച്ച് കഴിക്കുമ്പോൾ നമുക്കത് ഭംഗിയായി കഴിക്കാൻ പറ്റും. 5 സ്റ്റാർ ഹോട്ടലിലെല്ലാം നമ്മളിതെല്ലാം കഴിക്കാൻ പോയാൽ നമുക്കിതെല്ലാം വലിയ ചിലവാണ്. അപ്പോൾ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കി കഴിക്കുമ്പോൾ നമ്മൾ സാധാരണ ചിക്കൻ കറി വെക്കുന്ന പോലെ തന്നെ ഒരു അല്പം കൂടി പൈസ കൂടും, അത്ര തന്നെ. സിംല മിർച്ചയെല്ലാം 1 കിലോയ്ക്ക് 400 രൂപയാണ് വില. അപ്പം നമ്മൾ ഓരോ പീസാണ് എടുത്തിരിക്കുന്നത്. അത് 2 തവണ നമുക്ക് കറി വെക്കാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് അത്ര വലിയ ചെലവൊന്നും നമുക്ക് വരത്തില്ല. എല്ലാ ചേരുവകളും അതിൻ്റെ രീതിയിൽ നമ്മൾ ചേർത്തിട്ടുണ്ടെങ്കിൽ ഇത് കഴിക്കാൻ നല്ല ഭംഗിയാണ്, ടേസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ രീതിയിൽ നമ്മൾ ചെയ്യുക. സാധാരണ ചിക്കൻ കറിയും നമുക്ക് വെക്കാം, എന്നാൽ ചിക്കൻ മഞ്ചൂരിയൻ ചെയ്ത് അതിലാണ് നമ്മൾ ദം ബിരിയാണി തയ്യാറാക്കുന്നത്. ചിക്കൻ മഞ്ചൂരിയൻ എങ്ങനെ ഉണ്ടാക്കാം എന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ വീട്ടിൽ ചിക്കൻ മഞ്ചൂരിയൻ ഒന്ന് ശ്രമിച്ചു നോക്കാം. ഇത് വളരെ സിമ്പിളാണ്. ഇത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല, വളരെ സിമ്പിളാണ്. എല്ലാവർക്കും ഇത് ചെയ്യാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ വീട്ടിൽ നല്ല നല്ല പ്രോഗ്രാമോ ബർത്ത്ഡേയോ എന്തെങ്കിലും, ഇനി വലിയ വിവാഹ പാർട്ടി ആണെങ്കിൽ തന്നെ നമുക്ക് തന്നെ ഇത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് നമുക്ക് അത്യാവശ്യത്തിന് നമ്മളിതൊന്ന് ഓർമ്മയിൽ സൂക്ഷിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങളിതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് നമ്മളൊക്കെ അത്യാവശ്യത്തിന് സെർച്ച് ചെയ്യുമ്പോൾ ഉടൻ തന്നെ നമുക്കിത് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഭംഗിയായിട്ട് നമ്മളിത് നമ്മുടെ വീട്ടിൽ ബർത്ത്ഡേ പാർട്ടിയോ അല്ലെങ്കിൽ വീട്ടിലെ ഏതെങ്കിലും പ്രോഗ്രാമുകളോ ക്രിസ്മസോ അല്ലെങ്കിൽ റംസാനോ അല്ലെങ്കിൽ വീട്ടിൽ ഏതെങ്കിലും പ്രത്യേക പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് ഒന്ന് ഓർമ്മയിൽ സൂക്ഷിക്കാനായിട്ടാണ് ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ ക്യാപ്സിക്കം നമ്മൾ 3 കളറിൽ അരിഞ്ഞെടുത്തു. കാണാൻ നല്ല ഭംഗിക്കായിട്ടാണ് ഇതെല്ലാം ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഒരു 4 പച്ചമുളക് എടുത്തിട്ട് അതൊന്ന് കോണായിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുക, അരിഞ്ഞെടുക്കുക. ഇതെല്ലാം അതിൻ്റെ ഭംഗിക്കായിട്ടാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്. എല്ലാറ്റിനും അതിൻ്റെതായ ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല ഹോട്ടൽ സ്റ്റൈൽ, 5 സ്റ്റാർ ഹോട്ടൽ സ്റ്റൈലിൽ അല്ലെങ്കിൽ ഫ്രഞ്ച് അമേരിക്കൻ സ്റ്റൈലിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ സിമ്പിളായിട്ട് ഇത് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ മുളകും ഒരു 4 എണ്ണം നമ്മൾ ചോപ്പ് ചെയ്തെടുത്ത് കട്ട് ചെയ്തെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമ്മൾ ഒരു 2 സവോള അത് ഇതിൽ അരിയുന്നത് പോലെ നമ്മൾ അരിഞ്ഞെടുക്കുക. 2 सवाला, शिमला मिर्ची ऐसा कट करना, 4 कच्चा मिर्ची भी ऐसा कट करना, प्याज भी ऐसा 2 प्याज भी ऐसा कट करना चाहिए. एक ही प्याज सलाद बनाने के लिए हम लोग भी कट करेगा. ഒരു സവാള സലാഡ് അതായത് ചള്ളാസ് ഉണ്ടാക്കുന്നതിന് നമ്മൾ അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇപ്പോൾ 2 സവാളയാണ് നമ്മൾ ഇതിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ കൂടെ സലാഡും നാരങ്ങാച്ചാറും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. നാരങ്ങാച്ചാറ് കടയിൽ നിന്ന് വാങ്ങിയിരിക്കുന്ന ചെറിയൊരു ബോട്ടിലാണ്. അപ്പോൾ നമ്മൾ ഇതെല്ലാം അതിൻ്റെ രീതിയിൽ കഴിക്കുമ്പോഴാണ് അതിന് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാകുന്നത്. അങ്ങനെ 2ാമത്തെ സവാളയും നമ്മളത് വലിയ പീസുകളായിട്ട് അരിഞ്ഞെടുക്കുന്നതാണ്. അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾക്കുണ്ടാക്കണം. അതിനായിട്ട് ഇഞ്ചി വെളുത്തുള്ളി കൂടെ ഒരു 2-3 കഷ്ണം അരിഞ്ഞിരിക്കുന്ന സവാളയും കൂടി ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഇഞ്ചിയും പേസ്റ്റും മിക്സിയുടെ മൂലൊക്കെ പിടിക്കാൻ മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും അത് പേസ്റ്റാക്കി എടുക്കുക. ഇത് നമ്മൾ സലാഡിനായിട്ട് അരിയുകയാണ്. ചെറുതായിട്ട് ഇതേപോലെ നീളത്തിൽ ഒരു സവാള അരിഞ്ഞെടുത്ത് മാറ്റി വെക്കുക.
സലാഡിനായിട്ട് നമ്മൾ ഒരു തക്കാളിയും വട്ടത്തിൽ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. सलाद के लिए हम लोग एक प्याज कट करना, इसे लंबा लंबा से कट करना चाहिए. एक टमाटर हम लोग कट करके रखा, गोल गोल जैसे हम लोग एक टमाटर भी कट करके रखा. एक दूसरा बर्तन में ये डालना चाहिए. एक टमाटर, एक प्याज ऐसा कट करके एक बर्तन में हम लोग डाल कर रखो. बाद में उसमें दही भी डाल के हम लोग दही, नमक, एक कच्चा मिर्चा भी डाल के हम लोग सलाद बना रहे. ഒരു പച്ചമുളകും ഒരു സവാളയും ഒരു തക്കാളിയും ചേർത്തിട്ടാണ്, ആവശ്യത്തിന് ഉപ്പും ചേർത്താണ് നമ്മൾ സലാഡ് ഉണ്ടാക്കുന്നത്. അതിനാവശ്യത്തിനുള്ള തൈരും നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടയിൽ നിന്ന് വാങ്ങിയിരിക്കുന്ന ഒരു ബോട്ടിൽ അച്ചാറും, दुकान से एक छोटा बोतल अचार भी, नींबू अचार भी हम लोग खरीद करके रखा. खाने के जैसे अच्छा से खाएंगे तो हम लोग को अच्छा टेस्ट में हम लोग को चिकन मंचूरियन दम बिरयानी खा सकता. अभी हम लोग चिकन मंचूरियन बना रहे हैं. ये टमाटर छोटा छोटा पीस करके हम लोग ചിക്കൻ के लिए तैयार करके रखो. ഇത് നമ്മൾ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് ചിക്കൻ മഞ്ചൂരിയനായിട്ട് നമ്മളത് റെഡിയാക്കി വെക്കാം. ऐसा छोटा छोटा करके हम लोग कट करके हमारा चिकन के लिए कट करके रखना, उसमें हम लोग ये भी रखना चाहिए. ऐसा अच्छा अच्छा कट करके हम लोग चिकन तैयार करेंगे तो खाने के भी अच्छा टेस्ट, देखने के भी बहुत अच्छी लगेगा. ഇങ്ങനെ നമ്മൾ അരിഞ്ഞരിഞ്ഞ് വെക്കുമ്പോൾ കഴിക്കാനും നമുക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും, കാണാനും നല്ല ഭംഗിയായിരിക്കും. ഹോട്ടലുകളിലെല്ലാം കാഴ്ചക്ക് നല്ല ഭംഗിയോടെ അവർ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്കത് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്നത്. പൈസ ധാരാളമായാലും നമ്മൾ ഹോട്ടലിലെ ഫുഡിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതേപോലെ നമുക്ക് അത് വീട്ടിൽ തയ്യാറാക്കി കഴിക്കാൻ നമുക്ക് വലിയ ചിലവൊന്നുമില്ല. ഹോട്ടലിലെ പകുതി പൈസ പോലും ചിലവില്ല. അത്രയ്ക്ക് സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ ചെയ്തെടുക്കാൻ സാധിക്കും. അല്പം കറിവേപ്പില കൂടെ ആ ഇഞ്ചി വെളുത്തുള്ളിയുടെ കൂടെ ചേർത്ത് പേസ്റ്റാക്കി വെക്കുക. കറിവേപ്പില നമ്മൾ കറിയിലിടുകയാണെങ്കിൽ ഇനി വേപ്പില പെറുക്കാനേ നേരം കാണത്തുള്ളൂ. അപ്പോൾ കറിവേപ്പില അരച്ച് ചേർക്കുകയാണെങ്കിൽ അത് നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ആ കറിവേപ്പിലയുടെ സ്മെല്ലും നമുക്ക് ലഭിക്കും. 2-3 करी पत्ता भी अदरक लहसुन पेस्ट के साथ हम लोग पेस्ट करना चाहिए. अदरक लहसुन का पेस्ट अभी तैयार है, ऐसा ये तैयार करना चाहिए. बाद में हम लोग स्टव ऑन करके चिकन के लिए एक चिकन मसाला के लिए एक कढ़ाई तैयार करके स्टव में रखना. ഇപ്പോൾ നമുക്ക് ചിക്കൻ മഞ്ചൂരിയൻ തയ്യാറാക്കാനായിട്ട് അതിൻ്റെ മസാല കൂട്ടിനായിട്ട് സ്റ്റൗ കത്തിച്ചതിന് ശേഷം ഒരു കടായി അല്ലെങ്കിൽ ചീനച്ചട്ടി നമ്മൾ എടുത്തു വെക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ നമ്മൾ ചേർത്ത് കൊടുക്കുക. नारियल तेल कितना चाहिए उतना डाल के थोड़ा गरम करो. उसके बाद प्याज पहले हम लोग डालना चाहिए. എണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ആദ്യമേ തന്നെ നമ്മൾക്ക് സവാള ചേർത്ത് കൊടുക്കാം. अभी तेल गरम होगा, हम लोग पहले प्याज डालना चाहिए.
ഇപ്പോൾ നമ്മൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് വലിയ ഉള്ളി, അതായത് സവാള കട്ട് ചെയ്തത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കി ഒന്ന് വാടി വരുന്നത് വരെ, അത് വെന്ത് പോകരുത്, ഇതൊന്ന് വാടി കിട്ടിയാൽ മതി. അതാണ് ഇതിന് നമ്മൾ കഴിക്കാനായിട്ട് നല്ല टेस्ट ഉണ്ടാക്കുന്നത്. ये प्याज ज़्यादा फ्राई नहीं करना, आधा गरम करके थोड़ा कलर चेंज करके हम लोग बनाना चाहिए. ये प्याज हमारा मुर्गी का करी के लिए अच्छा टेस्ट बनाएगा, इसलिए ज़्यादा फ्राई नहीं करना. आधा में हम लोग बंद करना चाहिए. उसके बाद हम लोग मिर्चा, कच्चा मिर्चा चॉप करके रखा, ये भी डालना चाहिए. ഇതിന് ശേഷം നമ്മൾ പച്ചമുളക് ചോപ്പ് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് നമ്മൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഏകദേശം നല്ലപോലെ ഒന്ന് വാടി കിട്ടിയാൽ മതി. അപ്പോൾ അതിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. अभी हम लोग को बड़ी सौंफ पाउडर, बड़ा जीरा पाउडर हम लोग को थोड़ा डाल के लेना चाहिए. ഇപ്പോൾ നമുക്ക് പെരും ജീരകപ്പൊടി അല്പം നമുക്ക് ചേർത്ത് കൊടുക്കാം. उसके बाद चिकन मसाला पाउडर 2 चम्मच डालना चाहिए. ഒരു 2 സ്പൂണ് ചിക്കൻ മസാല പൗഡർ നമ്മൾക്ക് ചേർത്ത് കൊടുക്കാം. उसके बाद बिरयानी मसाला, ये भी 2 चम्मच डालना चाहिए. നമ്മൾ ബിരിയാണി മസാല പൗഡർ ഒരു 2 സ്പൂണ് നമുക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 1 സ്പൂണ് മുളക് പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 चम्मच मिर्चा पाउडर हम लोग डालना. അതിനുശേഷം നമുക്ക് മഞ്ഞപ്പൊടി 1 സ്പൂണ് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കുക. 1 चम्मच हल्दी पाउडर हम लोग डालना चाहिए. उसके बाद हम लोग थोड़ा अच्छा से मिक्स करना चाहिए. थोड़ा अच्छा से मिक्स करके, अभी तेल थोड़ा कम है और थोड़ा पाउडर डाल के हम लोग कितना तेल चाहिए उतना तेल भी डालना चाहिए. अदरक लहसुन का पेस्ट हम लोग अभी डालना चाहिए. എണ്ണ അല്പം കുറവാണ്, അല്പം പൊടിയും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അധികം ജ്യൂസ് ആകരുത്, ഒരുവിധം ഒന്ന് ഒതുക്കി എടുത്താൽ മതി. अदरक लहसुन पेस्ट ज़्यादा जूस जैसे नहीं आना, एक मीडियम में ऐसा मिक्सी में तैयार करके लो डालना चाहिए. ഇനി നമ്മൾക്ക് ഒരു 2 സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. हम लोग 2 चम्मच धनिया पाउडर डालना चाहिए अभी. उसके बाद काला गोल मिर्ची 1 चम्मच डालना चाहिए. 1 സ്പൂണ് കുരുമുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കുക. ഗരം മസാല അതും 1 സ്പൂൺ ചേർത്ത് കൊടുക്കുക. 1 चम्मच गरम मसाला भी हम लोग डालना चाहिए. ये चैनल अभी भी आप लोग
सब्सक्राइब नहीं किएंगे तो अभी थोड़ा सब्सक्राइब करो, 2 बार क्लिक करके बेल बटन इनेबल करो। उसके बाद हमारा सारे वीडियो से नोटिफिकेशन आप लोग को मोबाइल फोन में आएगा। कुछ अर्जेंट के लिए सर्च करेंगे तो जल्दी हम लोग को ये वीडियो भी हम लोग को मिल सकता, इसलिए जल्दी हम लोग सब्सक्राइब करना, बेल बटन इनेबल करना चाहिए। अभी थोड़ा तेल भी हम लोग डाल दिया, ഇപ്പോൾ കുറച്ച് എണ്ണ കൂടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്। ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ കൂടി ഒന്ന് 2 തവണ ക്ലിക്ക് ചെയ്ത് എനേബിൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും അത്യാവശ്യത്തിന് നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ ഉടനെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ലഭിക്കുന്നതായിരിക്കും। അതേപോലെ തന്നെ ഞങ്ങളുടെ എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷനും നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് ഉടൻ തന്നെ എത്തുന്നതായിരിക്കും। ഇപ്പോൾ നമ്മൾ അല്പം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്। നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചെയ്ത മിക്സിയിൽ നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്। हम लोग अदरक लहसुन पेस्ट करने वाले मिक्सी में हम लोग थोड़ा पानी डाल के ये पानी इसमें डाल दिया। अभी डार्क सॉस आई मीन सोया सॉस थोड़ा डाल दिया। सोया सॉस अल्प ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്। अभी टोमेटो सॉस 2-3 चम्मच डालना चाहिए। 2-3 स्पूൺ टोमेटो सॉസും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്। उसके बाद कच्चा मिर्चा सॉस हम लोग 2-3 स्पूൺ डालना चाहिए। അതിനുശേഷം മുളക് സോസ്, പച്ചമുളക് സോസ് നമ്മൾ 2 സ്പൂൺ ചേർത്ത് കൊടുക്കണം। എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക। उसके बाद अच्छा मिक्स करना चाहिए। अच्छा मिक्स करके अच्छा गरम आने के बाद बाकी सामान भी हम लोग को डाल सकता। पहले हम लोग टमाटर चॉप करके रखा नहीं है, टमाटर डालना चाहिए। उसके बाद कच्चा मिर्चा हम लोग डालना चाहिए। ആദ്യമേ തന്നെ നമ്മൾ തക്കാളി അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കാം। അതിനുശേഷം അരിഞ്ഞു വെച്ച പച്ചമുളകും നമുക്ക് ചേർത്ത് കൊടുക്കാം। അതിനുശേഷം 3 കളറായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ സിംല മിർച്ചി, അതായത് ക്യാപ്സിക്കം, 3 കളറിൽ അരിഞ്ഞു വെച്ച ക്യാപ്സിക്കം നമുക്ക് ചേർത്ത് കൊടുക്കാം। उसके बाद शिमला मिर्ची 3 कलर में हम लोग चॉप करके रखा। ये शिमला मिर्ची भी हम लोग डाल के अच्छा मिक्स करना चाहिए। അതിനുശേഷം നമ്മൾ നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് മൂടി വെച്ച് ഇതൊന്ന് വേകാനായിട്ട് സമയം കൊടുക്കുക। अच्छा मिक्स करने के बाद हम लोग इसका ढक्कन रखो, थोड़ा पक्का आने के लिए हम लोग वेट करो। अभी हम लोग को चिकन डालने के लिए हम लोग को एक कुकर स्टोव में रखना चाहिए। 2-3 ग्लास पानी भी डाल के उसमें हम लोग चिकन ऐड करके देना चाहिए, चिकन डालना चाहिए। 2-3 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചതിന് ശേഷം നമ്മൾ ചിക്കൻ തയ്യാറാക്കാനായിട്ട് കുക്കർ അടപ്പത്ത് വെച്ചിട്ടുണ്ട്, സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്। ആ ചിക്കൻ 2-3 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്തിട്ട് കുക്കറിലേക്ക് ചേർത്ത് കൊടുത്ത് നമുക്ക് വേകാനായിട്ട് വെക്കാം। ഇതിനകത്ത് നമ്മളിപ്പോ ഉപ്പോ മുളക് പൊടികളോ ഒന്നും തന്നെ ഇപ്പോൾ ചേർക്കേണ്ട ആവശ്യമില്ല। अभी हम लोग इसमें नमक पाउडर कुछ नहीं डालना, खाली चिकन बॉईल करने के लिए, चिकन तैयार करने के लिए कुछ नहीं डालना। कुकर में 2-3 ग्लास पानी डाल के हम लोग चिकन
कुकर में डाल के गर्म करना चाहिए। उसके बाद हम लोग कुकर का ढक्कन से बंद करना चाहिए। 10 विसिल मारने के बाद हम लोग कुकर बंद करना। കുക്കറിന്റെ മൂടിയെടുത്ത് മൂടി വെച്ചതിന് ശേഷം ഒരു 10 വിസിൽ അടിക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഇപ്പൊ നമ്മുടെ മസാല നമ്മൾ അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പൊ അതൊരു പാകമായിട്ടുണ്ട്. ഇനി ചിക്കൻ വെന്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ഈ മസാല ചേർത്ത് കൊടുക്കേണ്ടതാണ്. अभी हम लोग चिकन का मसाला स्टव से हम लोग निकाल कर रखा. अभी मसाला तैयार होगा. चिकन रेडी आने के बाद, चिकन पकाने के बाद हम लोग मसाला भी कुकर में डाल के अच्छा मिक्स करना चाहिए. अभी हम लोग बिरयानी तैयार करने के लिए एक बर्तन रखना चाहिए. उसमें थोड़ा तेल यानी तो घी डालना चाहिए. ഇപ്പോൾ നമ്മൾ ബിരിയാണി തയ്യാറാക്കാനായിട്ട് ഒരു ചരുവം എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് എണ്ണയോ നെയ്യോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ബേ ലീഫ് വഴണിയില നമുക്ക് ചേർത്ത് കൊടുക്കാം. उसके बाद हम लोग बे पत्ता हम लोग डालना चाहिए. ജാതിപത്രി ഒരു 2 പീസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 ഗ്ലാസ് അരിക്കാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ജാതിപത്രി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. आप लोग वीडियो में देखो, इस सामान का नाम भी आप लोगों को मालूम है तो ये भी मन में रखना चाहिए. ഗ്രാമ്പു ഒരു 10 പീസ് ഗ്രാമ്പു ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കറുകപ്പട്ട ഒരു 2 പീസ് നമ്മൾ ചെറുത്തുണ്ടാക്കി ഒടിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ സ്റ്റാർ നമ്മളൊരു 3 പീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. हिंदी में इस सामान का नाम मैं भूल गया, इसलिए आप लोग देखो. ये इलायची है. इलायची उसका स्किन थोड़ा निकाल के ये भी डालना चाहिए. इसका टेस्ट बाहर आने के लिए, करवाने के बाद पानी में इसका टेस्ट बाहर आने के लिए इसका स्किन थोड़ा निकाल के हम लोग डालना चाहिए. ഏലക്കായും നമ്മൾ അതിൻ്റെ തൊണ്ട് അല്പം ഒന്ന് പൊളിച്ചതിന് ശേഷം വെടിക്കണ്ട, അതിൻ്റെ ഉള്ളിലുള്ള അതിൻ്റെ ആ സ്മെല്ല് ഒന്ന് ഇറങ്ങാനായിട്ട് ഒരു 8-10 ഏലക്ക നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 10 इलायची हम लोग ऐसा ऐसा डालना चाहिए. उसके बाद हम लोग बिरयानी चावल, दिल्ली गेट चावल हम लोग डाल दिया. बिरयानी चावल हम लोग डालना चाहिए. അതിനുശേഷം നമ്മൾ ബിരിയാണി ചാവൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോഴാണ് അതിന്റെ കറക്റ്റ് പരിവാകുന്നത്. 1 ഗ്ലാസ് चावल के लिए 1.5 ഗ്ലാസ് पानी हम लोग डालना चाहिए. ऐसा 2 ഗ്ലാസ് के लिए 3 ഗ്ലാസ് पानी हम लोग डालेगा. 1 ഗ്ലാസ് അരിക്ക് നമ്മൾ 1.5 ഗ്ലാസ് വെള്ളം വെച്ച് 2 ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം ഒരിക്കലും കൂടിപ്പോരുത്, വെന്ത് കുഴഞ്ഞു പോകും. കുറയാനോ കൂടാനോ പാടില്ല. അതിന്റെ കറക്റ്റ് പരുവത്തിൽ നമുക്ക് കിട്ടണമെങ്കിൽ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം നമ്മൾ ചേർത്ത് കൊടുത്ത് വളരെ നോർമൽ തീയിൽ വേണം നമ്മൾ ചൂടാക്കാൻ. അല്ലെങ്കിൽ അത് പെട്ടെന്ന് വെള്ളം വറ്റിപ്പോവും, ചോറ് കല്ലുപോലെ ഇരിക്കും. അതുകൊണ്ട് വളരെ നോർമലായിട്ട് लो फ्लेमिल വെച്ച് നമ്മൾ വേവിക്കുക. पानी डालने के बाद हम लोग लो फ्लेम में बिरयानी चावल तैयार करना चाहिए, नहीं तो जल्दी पानी खत्म आएगा, चावल बहुत टाइट लगेगा.
थोड़ा नमक भी हम लोग डाल कर देना चाहिए। चावल में नमक डालने के बाद हमारा मसाला में चिकन को कितना नमक चाहिए ये नमक मसाले में हम लोग डाल कर रखना चाहिए। നമ്മൾ അരിയില് ബിരിയാണി അരിയില് നമ്മൾ ഉപ്പ് ചേർക്കുമ്പോൾ നമ്മുടെ മസാലയ്ക്കും എത്ര ഉപ്പ് വേണമോ ചിക്കന് എത്ര ഉപ്പ് വേണമോ അത്രയും ഉപ്പ് ഈ മസാലയിലേക്കും ചേർത്ത് കൊടുക്കുക. നമ്മുടെ ബിരിയാണി അരി ഇപ്പോൾ ഏകദേശം പാകമായിട്ടുണ്ട്. അത് നല്ല നീളം വെച്ചിട്ടുണ്ട്. സലാഡിനുള്ളതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ നമ്മുടെ മസാലയും തയ്യാറായി ഇരിപ്പുണ്ട്. ചിക്കൻ തയ്യാറായി വരുന്നു. ചിക്കൻ തയ്യാറാകാൻ വേണ്ടി നമുക്ക് അല്പനേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. നമ്മുടെ വീട് റോഡ് സൈഡ് 2ാം നിലയിലാണ്. അതുകൊണ്ട് വണ്ടിയുടെ ഹോണടി ശബ്ദം എല്ലാം കയറി വരും, ക്ഷമിക്കുക. अभी थोड़ा अच्छा मिक्स करना चाहिए. हमारा सलाद के लिए पूरा हम लोग तैयार करके रखा. अभी चावल अच्छा बड़ा होगा, लंबा होगा, अच्छा तैयार होगा. ऐसा हम लोग अभी छोड़ना. अभी हमारा मसाला तैयार है. हमारा चिकन भी अभी तैयार होगा. अभी 10 विसिल मारने के बाद बंद करके उसका स्टीम निकाल के हम लोग आराम से खोलना चाहिए. उसके बाद हमारा मसाला उसमें डालना चाहिए. 10 വിസിൽ ആയതിനു ശേഷം അതിൻ്റെ സ്റ്റീം ഓഫ് ചെയ്തതിനു ശേഷം പതിയെ തുറന്ന് ആ കുക്കറിലേക്ക് നമ്മൾക്ക് മസാല ചേർത്ത് കൊടുത്ത് ഭംഗിയായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഈ ചിക്കനിലേക്ക് ഒരു 1/4 ലിറ്ററിൽ അധികം തൈര് ചേർത്ത് കൊടുക്കാം. उसके बाद ഈ चिकन में 250 ग्राम दही डाल कर देना चाहिए. थोड़ा सलाद में भी दही डालना चाहिए. കുറച്ച് തൈര് നമ്മൾ സലാഡിനായിട്ടും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സലാഡിൽ ആവശ്യത്തിന് ഒഴിച്ചതിന് ശേഷം ബാക്കിയെല്ലാം चिकनिലേക്ക് ചേർത്ത് കൊടുക്കുക. सलाद में कितना दही चाहिए उतना डालने के बाद बाकी पूरा दही चिकन में डाल कर देना चाहिए. उसके बाद और थोड़ा अच्छा से मिक्स करना चाहिए. 2 टमाटर भी कट करके हम लोग पेस्ट करके रखा. इसका ग्रेवी का थोड़ा अच्छा टेस्ट के लिए 2 टमाटर कट करके पेस्ट करके रखा. ये भी इसमें हम लोग डाल कर देना चाहिए. തൈര് ഒഴിച്ചതിന് ശേഷം നമ്മൾ ഒരു 2 തക്കാളി നമ്മൾ അരിഞ്ഞ് അത് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. അതുകൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇപ്പം നമ്മൾ അടപ്പത്ത് വെച്ച് ചൂടാക്കുകയാണ്. അഭി നമ്മൾ गैस स्टोव में रखा. अभी पानी ज़्यादा है. ये पानी थोड़ा कम आने के बाद बाकी सामान डालेगा. अभी पानी थोड़ा ज़्यादा होगा. चिकन में पानी है, हम लोग थोड़ा पानी भी डाला. कुकर में आना इसलिए पानी ज़्यादा बाहर नहीं गया, इसलिए थोड़ा खोल के रखे हम लोग अच्छा से बॉईल करना चाहिए. उसी टाइम में पानी थोड़ा ബന്ധാവുക. തുറന്നു വെച്ച് നമ്മൾ നല്ലവണ്ണം ഒന്ന് ചൂടാക്കുമ്പോൾ അതിൻ്റെ വെള്ളമെല്ലാം കുറച്ച് വറ്റി കിട്ടും. उसके बाद हम लोग दही डाले ना सलाद में. नींबू अचार भी हम लोग खरीद करके रखा. ये दही डाल के हम लोग ये प्याज अच्छा मिक्स करना चाहिए. ഒരു ചെറിയ കുപ്പി അച്ചാറും നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട്. അതേപോലെ തൈരിട്ടതിന് ശേഷം നമ്മൾ സലാഡിനുള്ളതെല്ലാം നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് സലാഡ് തയ്യാറാക്കി വെക്കുക. സലാഡും അച്ചാറും रेडी ആയിട്ടുണ്ട്. सलाद और अचार तैयार है. अभी चिकन थोड़ा अच्छा मिक्स करके
पानी थोड़ा कम आने के लिए हम लोग वेट करना चाहिए. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഒന്ന് വെള്ളം വറ്റുന്ന വരെ നമ്മൾ ഒന്ന് വെയിറ്റ് ചെയ്യുക. एक नींबू उसका बीज निकाल के, बीज उसमें नहीं गिरना, खड़वा आएगा, बीज निकाल के हम लोग एक नींबू डाल कर देना चाहिए. उसके बाद हम लोग टमाटो का पेस्ट भी डाल के देना चाहिए. ഒരു നാരങ്ങ അതിന്റെ കുരു കളഞ്ഞതിന് ശേഷം, കുരു അതിൽ വീഴരുത്, കയ്പ്പ് രസം ഉണ്ടാവും, അതുകൊണ്ട് കുരു നീക്കി കളഞ്ഞതിന് ശേഷം ഒരു നാരങ്ങ ചേർത്ത് കൊടുക്കുക. അതുപോലെ നേരത്തെ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തക്കാളി പേസ്റ്റ്, 2 തക്കാളി അരിഞ്ഞെടുത്തത് പേസ്റ്റാക്കിയതാണ്, അതും കൂടി നമ്മൾ ഇത് ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ബിരിയാണിയിലേക്കുള്ള 3 സവാള കട്ട് ചെയ്തത് നമുക്ക് റെഡിയാക്കി എടുക്കാം. 3 प्याज कट करके, अंगूर काजू हम लोग थोड़ा बिरयानी के लिए बॉईल करना चाहिए, गरम करना चाहिए. ഇപ്പോൾ നമുക്ക് ബിരിയാണിയിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് നമുക്ക് കശുവണ്ടി പരിപ്പും അതേപോലെ മുന്തിരിയും ഉണക്കമുന്തിരിയും നമുക്ക് ഒന്ന് ചൂടാക്കി വെക്കാം. पहले काजू डालना, उसके बाद अंगूर डालना चाहिए. ആദ്യമേ കശുവണ്ടി പരിപ്പ് ഇട്ട് കൊടുക്കാം, അതിനുശേഷം ഉണക്കമുന്തിരി നമുക്ക് ചേർത്ത് കൊടുക്കാം, കിസ്മിസ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതേപോലെ മുന്തിരിയും ഉണക്കമുന്തിരിയും ഒന്ന് ചൂടാക്കി വെക്കാം. अभी हमारा बिरयानी तैयार है. चिकन का कुकर में हम लोग उसका ऊपर बिरयानी डाल के अंगूर और काजू डाल के हम लोग ऐसे रखा. ഇപ്പോൾ നമ്മുടെ ബിരിയാണി തയ്യാറായിട്ടുണ്ട്. നമ്മൾ ഇറച്ചി വെച്ചിരിക്കുന്ന ആ കുക്കറിലേക്ക് റൈസും അതേപോലെ തന്നെ ആ കശുവണ്ടിപ്പരിപ്പും എല്ലാം ചേർത്ത് മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്കത്, ഇത് നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് സമയം വളരെ ലോങ് ആയി പോകുന്നതുകൊണ്ട് അത് കാണിക്കുന്നില്ല, നമുക്കറിയാമല്ലോ. അതുകൊണ്ട് അപ്പോൾ നമ്മൾ പാത്രത്തിലേക്ക് വിളമ്പി നമുക്ക് കഴിക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. നമ്മളിത് ചെയ്തത് ആ ഇറച്ചി ഏറ്റവും താഴെയും അതിൻ്റെ മുകളിലേക്ക് ചോറും ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് അത് അല്പം കൂടി ഒന്ന് ചൂടാക്കി അടച്ചു വെച്ച് ഒന്ന് ചൂടായി കഴിയുമ്പോൾ അത് ദം ബിരിയാണി ആയി കഴിഞ്ഞു, मंचूरियन दम बिरयानी. हम लोग कैसे बनाया, ये मुर्गी तैयाराने के बाद कुकर में हम लोग चावल इसको ऊपर डाल दिया, चावल और अंगूर काजू तैयार करके रखा ना, ये भी डाल के 10-15 मिनट हम लोग थोड़ा गरम किया. उसके बाद अच्छा उसका स्मेल टेस्ट भी इसमें पकड़ा. हमारा चिकन मंचूरियन दम बिरयानी रेडी होगा. हम लोग अभी प्लेट में डाल के खाने के लिए तैयार करेगा. बिरयानी हम लोग 2 आदमी है, झारखंड का एक लड़का भी मोहन भी मेरा साथ है. हम लोग दोनों के लिए हम लोग 2 प्लेट रखा. उसमें पहले सलाद डाल के उसके बाद अचार भी डालना चाहिए, बाद में हम लोग खाना चाहिए. എൻ്റെ കൂടെ ജാർഖണ്ഡിലുള്ള മോഹൻ എന്ന് പറഞ്ഞ ഒരു യൗവനക്കാരനും കൂടി ഉണ്ട്. എനിക്ക് സുഖമില്ലാത്തത് കൊണ്ട് എന്നെ നോക്കാനായിട്ട് നിൽക്കുന്നതാണ്. ഞങ്ങൾക്ക് 2 പേർക്കുമാണ് ഇപ്പോൾ ഞങ്ങൾ വിളമ്പി വെച്ചിരിക്കുന്നത്. ആദ്യമേ സലാഡ് ഇട്ട് കൊടുത്തതിന് ശേഷം അച്ചാറും കൂടി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഭക്ഷിക്കാവുന്നതാണ്. നാരങ്ങ അച്ചാറും സലാഡുമാണ്. नींबू अचार और सलाड है इसका साइड डिश. ये 2 प्लेट में हम लोग डाल के, हम लोग कितना चाहिए उतना डाल के
हम लोग खा सकता। पहले मैं खा के आप लोगों को दिखा रहे। मोहन वीडियो में नहीं आएगा, उसको वो वीडियो में आने के लिए मन नहीं लग रहे, इसलिए मैं अकेला मैं पूरा वीडियो में अकेला मैं खा रहे। മോഹൻ ഷൂട്ടിംഗ് കറേ, മോഹൻ വീഡിയോയുടെ മുമ്പിലേക്ക് വരത്തില്ല, അതുകൊണ്ട് ഞാൻ തന്നെയാണ് വീഡിയോയിലെല്ലാം കാണുന്നത്. സൂപ്പർ, നല്ല ഭംഗിയായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. മഞ്ചൂരിയൻ ദം ബിരിയാണി. മോഹൻ നല്ലപോലെ വീഡിയോ എല്ലാം പിടിച്ച് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് മാക്സിമം എത്രത്തോളം ഈ പാത്രത്തിൽ കൊള്ളുമോ അത്രത്തോളം നമുക്ക് ബിരിയാണി ഇതിനകത്ത് നിറക്കാൻ ശ്രമിക്കാം. ബാക്കിയുള്ളത് ആ പാത്രത്തിൽ തന്നെ വെക്കുകയാണ്. ഇപ്പോൾ നല്ല സ്മെല്ലെല്ലാം വരുന്നുണ്ട്, നല്ല സൂപ്പർ സ്മെല്ലാണ് വരുന്നത്. നല്ല ഫ്രൈഡ് റൈസ് പോലെ നമുക്ക് ഇത് ലഭിച്ചിട്ടുണ്ട്. ഒരു ലെയർ ആദ്യമേ സവാള വറുത്തതും അണ്ടിപ്പരിപ്പും കിസ്മിസും എല്ലാം ഒരു ലെയർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം രണ്ടാമതൊരു ലെയർ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്കാണ് നമ്മളിപ്പോൾ സവാള വറുത്തതും കിസ്മിസും അണ്ടിപ്പരിപ്പും എല്ലാം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അതെല്ലാം ഭംഗിയായി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് അല്പം തക്കാളി കഷ്ണങ്ങളും പച്ച സവാള അരിഞ്ഞതും അതുപോലെ പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതും അതിന്റെ മുകളിലൊന്ന് വിതറി കൊടുക്കാം. पहले एक बार हम लोग एक लेयर डाल दिया, उसके बाद उसका ऊपर प्याज, अंगूर, काजू ये भी हम लोग डाल दिया. अभी और एक लेयर डाल के बर्तन भर गया, और एक लेयर डाल के उसके ऊपर काजू, अंगूर, प्याज फ्राई करके ये भी हम लोग डाल कर रखा. इसके ऊपर कच्चा प्याज, थोड़ा टमाटर छोटा स्लाइस करके ये भी डाल दिया. कच्चा मिर्चा भी थोड़ा ऊपर डाल के हम लोग थोड़ा गरम करना चाहिए. अभी दम आएगा, ऐसा है दम करना. ഇപ്പോൾ അല്പം ചൂടാക്കി കഴിയുമ്പോൾ അത് ദമ്മായി കഴിഞ്ഞു. ഇങ്ങനെയാണ് ദം ബിരിയാണി റെഡിയാക്കുന്നത്. ഇതാണ് അതിന്റെ യഥാർത്ഥ മോഡല്. ഈ ചാനൽ നിങ്ങൾക്ക് കണ്ടിട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഈ ദം ബിരിയാണി അടപ്പത്ത് വെച്ചൊന്ന് ചൂടാക്കാം. हम लोग को ये दम बिरयानी स्टव में रखने के बाद थोड़ा गरम करना चाहिए. ഇപ്പോൾ നമ്മുടെ ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട്, നമ്മൾ കഴിക്കാനായിട്ട് തയ്യാറാവുകയാണ്. ആദ്യമേ തന്നെ നമുക്ക് 2 പ്ലേറ്റിലേക്ക് അത് പകരുകയാണ്. ഞാനും മോഹനുമാണ്, ഞങ്ങൾ രണ്ടുപേരാണ് ഇത് കഴിക്കുന്നത്. നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. मैं झारखंड का मेरा एक लड़का है, मोहन है, हम लोग दोनों खा रहे, इसलिए हम लोग 2 प्लेट में हम लोग डाल रहे. ഇത് പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് സലാഡുണ്ട്, സലാഡും അതേപോലെ തന്നെ नारंगा अचारुमुंड. हम लोग ये प्लेट में डालने के बाद हम लोग उसके साथ सलाद है, नींबू अचार है, ये दोनों भी डाल के हम लोग खाना चाहिए. ये अच्छा टेस्टी है. हम लोग ये मंचूरियन चिकन है, नीचे में बिरयानी भी अच्छा फ्राइड राइस जैसे अच्छा से हम लोग को मिला. अच्छा बिरयानी है, मंचूरियन दम बिरयानी ऐसा है. अच्छा पीस भी हम लोग को मिला.
चिकन का, मुर्गी का अच्छा पीस है। अभी खाने के लिए अच्छा टेस्ट है। आप लोग भी घर में ये थोड़ा ट्राई करो। നിങ്ങളും നിങ്ങളുടെ വീടുകളിൽ ഇതൊന്ന് പരീക്ഷിച്ചു നോക്കുക. ഇത് വളരെ ചെലവ് കുറഞ്ഞ പരിപാടിയാണ്, ധാരാളം ചെലവൊന്നുമില്ല. നല്ല ചിക്കൻ പീസ് എല്ലാം നമുക്ക് നല്ല ചിക്കൻ പീസ് എല്ലാം കിട്ടിയിട്ടുണ്ട്. മഞ്ചൂറിയൻ ചിക്കൻ ആണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഇതെല്ലാം നല്ല പീസായിട്ട് തന്നെ കിടപ്പുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഭവനങ്ങളിൽ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. നമുക്ക് സലാഡുമുണ്ട്, അച്ചാറുമുണ്ട്. അത് നമുക്ക് പാത്രത്തിലേക്ക് പകരാം. ആദ്യമേ സലാഡ് ഒഴിച്ചതിന് ശേഷം അച്ചാറും സൈഡിൽ വെക്കുന്നുണ്ട്. 2 പ്ലേറ്റിലേക്കും സലാഡും അച്ചാറും നമ്മൾ വിളമ്പുകയാണ്. ഇത് കഴിക്കാൻ നല്ല മനോഹരവും നല്ല ടേസ്റ്റുമാണ്. ഇതെല്ലാം ഹോട്ടലിൽ നിന്നെല്ലാം കഴിക്കുമ്പോൾ നമുക്ക് ധാരാളം पैसे चिलवाऊ। होटल में हम लोग खाने के लिए जाने के समय अच्छा पैसा लगेगा। हम लोग घर में कुछ पैसा में ऐसा बना के खा सकता, थोड़ा पैसा में हम लोग को ऐसे बना के खा सकता। ये वीडियो इधर वाइंड अप कर रहे। आप लोग सब्सक्राइब करो, बेल बटन इनेबल करो। सब लोग को लाइक करना चाहिए, शेयर करना चाहिए। आप लोग को കമന്റ് ബോക്സ് में लिखना चाहिए. നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായിട്ട് രേഖപ്പെടുത്തുകയും വേണം. ഇതാണ് നമ്മുടെ ദം ബിരിയാണി. കഴിച്ചു നോക്കിയിട്ട് ഇപ്പോൾ ഉത്തരം പറയാം. കൊള്ളാം, നല്ല സൂപ്പർ ആയിരിക്കുന്നു. സൂപ്പർ സൂപ്പർ സൂപ്പർ, നല്ല മനോഹരമായിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായിട്ട് രേഖപ്പെടുത്തുക. അതേപോലെ മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.